കൊല്ലം ജില്ലയിൽ ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ച ബോട്ട് ജെട്ടികൾ തകർച്ചയുടെ വക്കിൽ. അഞ്ചാലുമൂട്, കുരീപ്പുഴ, വഞ്ചിപ്പുഴ ബോട്ട് ജെട്ടിയിലെ ബോട്ടുകൾ അടുപ്പിക്കുന്നതിനായി സ്ഥാപിച്ച കോൺക്രീറ്റ് തൂണുകളും കൈവരികളും തകർന്ന നിലയിലാണ്. ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അഞ്ചാലുമൂട്, കുരീപ്പുഴ, വഞ്ചിപ്പുഴ ബോട്ട് ജെട്ടി നിർമ്മിച്ചത്. ഇത് തകരാൻ കാരണമായത് ബോട്ടിലെ പരിശീലനത്തിനെത്തിയ ജീവനക്കാർ വേഗത കൂട്ടി ബോട്ട് ഓടിച്ചു വന്ന് അടുപ്പിക്കാൻ അറിയാതെ ബോട്ട് ജെട്ടിയിൽ ഇടിച്ചു കയറ്റുകയാണുണ്ടായതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. 3 വർഷവും അഷ്ടമുടിക്കായലിനാൽ ചുറ്റപ്പെട്ട കുരീപ്പുഴയിലെ ആളുകളുടെ യാത്രാ സൗകര്യം ആണ് ബോട്ട് സർവീസ്. ആ ബോട്ട് സർവീസിൽ കൊല്ലം KSRTC സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങുന്ന ബോട്ട് സർവീസ് ആശ്രാമം, കോട്ടയത്തടവ്, പാണാമുക്കം, വഞ്ചിപ്പുഴ. ഈ വഞ്ചിപ്പുഴ ബോട്ട് ജെട്ടി നിർമ്മിച്ചിട്ട് ഏകദേശം 1 വർഷം പോലും ആയിട്ടില്ല. പക്ഷേ ആ ബോട്ട് ഉൾനാടൻ ജലഗതാഗത വകുപ്പിൻ്റെ ഏകദേശം 30 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് ഈ ബോട്ട് ജെട്ടി നവീകരിച്ചത്. പക്ഷെ നവീകരിച്ച് 1 വർഷം ആകുന്നതിന് മുമ്പ് തന്നെ ഈ ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ട് സർവീസിൽ ട്രെയിനിങ് ആയി ജോലി ചെയ്യുന്ന ആളുകൾ ഈ ബോട്ട് ഓട്ടിക്കാൻ പഠിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഈ ബോട്ട് അടുപ്പിക്കുമ്പോൾ ഈ ബോട്ട് ജെട്ടി ആകമാനം ഇടിച്ച് നശിപ്പിച്ച് അതിന് പുതുതായി ഈ ബോട്ട് വലിച്ചു കിട്ടുന്നതിനുള്ള കോൺക്രീറ്റ് തൂണുകൾ തകർത്ത് തരിപ്പണമാക്കി ഈ ബോട്ട് ജെട്ടി ആകമാനം തകർന്നിരിക്കുകയാണ്. യാത്ര ചെയ്യാൻ കഴിയാത്ത വിധം ഈ ബോട്ട് ജെട്ടി തകർന്നിരിക്കുകയാണ്. 1 വർഷം പോലും ആയിട്ടില്ല ഈ ബോട്ട് ജെട്ടി നിർമ്മാണം പൂർത്തീകരിച്ചിട്ട്. 4 തൂണുകൾ സ്ഥാപിച്ചതിൽ ഇപ്പോൾ ഒരെണ്ണം മാത്രമായി ഒതുങ്ങി. 100 കണക്കിന് യാത്രക്കാരാണ് ബോട്ടിനെ ആശ്രയിച്ച് കുരീപ്പുഴയിൽ നിന്നും കൊല്ലത്തേക്ക് പോകുന്നത്. വിദ്യാർത്ഥികളും തൊഴിൽ മേഖലകളിലും പണിയെടുക്കുന്നവരുടെയും ഏക ആശ്രയമാണ് ബോട്ട് സർവീസ്. യാത്രക്കാരുടെ ജീവന് തന്നെ ഭീഷണിയായിരിക്കുന്ന നിലയിലാണ് ബോട്ടിലെ ജീവനക്കാർ ട്രെയിനുകളെ കൊണ്ട് ബോട്ട് ഓടിപ്പിച്ച് പഠിപ്പിക്കുന്നത്. പലതവണ ഇതുപോലെയുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും കണ്ടില്ലെന്നുള്ള ഭാവം നടിക്കുകയാണ് ജലഗതാഗത വകുപ്പ്. ജില്ലയിലെ ഒട്ടുമിക്ക ബോട്ട് ജെട്ടികളുടെയും സ്ഥിതി ഇതുതന്നെയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.